ഹായ് പ്രിയപ്പെട്ടവരെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ അബ്ദുള്ള സാഹിബ് നമ്മുടെ പ്രിയപ്പെട്ട മഹാനടന്മാരായ മമ്മൂക്കയെക്കുറിച്ചും ലാലേട്ടനെക്കുറിച്ചും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. ഇത്രയധികം പ്രായമുള്ള അബ്ദുള്ള സാഹിബിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പല ചർച്ചകൾ കേൾക്കുമ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ അബ്ദുള്ള സാഹിബ് എൻ്റെ ഉപ്പയുടെ സുഹൃത്താണ്. ഏതാണ്ട് 10 വർഷം മുമ്പാണ് ഞാൻ അവസാനമായി അബ്ദുള്ള സാഹിബിനെ നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളിലും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നതായിട്ട് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ചർച്ചകൾ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം എടുത്ത നിലപാടുകളിൽ അടിയുറച്ചു നിൽക്കുന്നത് നല്ലതൊക്കെ തന്നെയാണ്. പക്ഷേ ആ നിലപാടുകൾ മറ്റു മനുഷ്യരെ എത്രത്തോളമാണ് ബാധിക്കുന്നത് എന്ന് അദ്ദേഹം പലപ്പോഴും ചിന്തിക്കാത്തതായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇവിടെ മമ്മൂക്കയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മമ്മൂക്ക സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അദ്ദേഹം ബന്ധപ്പെട്ട ആ മേഖലയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഒരു ജ്യേഷ്ഠനെ പോലെ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് മോഹൻലാൽ എന്ന് പറയുന്ന നമ്മുടെ ലാലേട്ടൻ. മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ എന്ത് അസുഖമാണെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും നല്ല ചികിത്സ സ്വീകരിക്കാനുള്ള ഒരു ചുറ്റുപാട് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ചികിത്സയുടെ ഭാഗമായി അദ്ദേഹം ഏത് ഹോസ്പിറ്റലാണോ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ മമ്മൂക്കയെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അത്രയേറെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇനി മമ്മൂക്കക്ക് വേണ്ടി അവിടെ ചെയ്യാനുള്ളൊരു കാര്യം പ്രാർത്ഥന തന്നെയാണ്. അല്ലാതെ മമ്മൂക്കാക്ക് അവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പുകളൊന്നും ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് മമ്മൂക്കക്ക് കിട്ടേണ്ട ഒരു അവസ്ഥയൊന്നും അവിടെ ഇല്ല. നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അവിടെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥന തന്നെയാണ്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് ആത്മാർത്ഥമായി കരളൊരുകി പ്രാർത്ഥിക്കുന്ന ആ ഒരു പ്രാർത്ഥനയെ ഇവിടെ ബഹുമാനനായ നമ്മുടെ അബ്ദുള്ള സാഹിബ് വേറൊരു തരത്തിലാണ് അവതരിപ്പിക്കുന്നത്. മമ്മൂക്ക അത് ആവശ്യപ്പെട്ടിട്ടാണ് ലാലേട്ടൻ അത്തരത്തിൽ ശബരിമലയിൽ പോയി വഴിപാട് നടത്തി ഒരു പ്രാർത്ഥന നടത്തിയതെങ്കിൽ മമ്മൂക്ക തൗബ ചെയ്ത് മടങ്ങണമെന്നും അതേപോലെ മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നൊക്കെ അബ്ദുള്ള സാഹിബ് പറയുന്നതായിട്ട് കേൾക്കാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്താണെന്നും സൗഹൃദ ബന്ധം എന്താണെന്നും മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹ ബഹുമാനങ്ങളും താങ്ങും തണലുമാകേണ്ടത് എങ്ങനെയാണെന്നും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ മറന്നു പോയത് കൊണ്ടാണോ ബഹുമാനായ അബ്ദുള്ള സാഹിബ് അത്തരം പരാമർശങ്ങൾ നടത്തിയത് എന്ന് ഞാനത് കേട്ട സമയത്തൊക്കെ എൻ്റെ മനസാക്ഷിയോട് തന്നെ ഞാൻ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹവും ആയിട്ടുള്ള ചർച്ചകൾ കേട്ടിരിക്കാൻ ഒരുപക്ഷെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, അതിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത് നമ്മൾ പറയുമ്പോൾ ചില പരിധികളും പരിമിതികളൊക്കെ പാലിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകളുണ്ട്. നമ്മൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മതമുള്ളവൻ മതമില്ലാത്തവൻ എല്ലാവരും മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ പരസ്പര ഐക്യത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൊടുത്തും വാങ്ങിയും താങ്ങും തണലും ഒക്കെ ആയിട്ട് ജീവിക്കുന്നൊരു രാജ്യമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് തികച്ചും വ്യക്തിപരമായി നമ്മൾ കൊണ്ട് നടക്കേണ്ടതായ മതത്തിൻ്റെ ചില നൂലാമാലകൾ ചില തിയറികൾ പരസ്യമായി കൊണ്ട് ഇതര മതസ്ഥരെ ഒരു തരിമ്പ് പോലും റെസ്പെക്റ്റ് ചെയ്യാത്ത രൂപത്തിലൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. ഇവിടെ മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള ആ ഒരു സൗഹൃദത്തെക്കുറിച്ച് ഒരുപക്ഷെ അത് മനസ്സിലാക്കാൻ ശ്രമിച്ച ആളുകൾക്കൊക്കെയും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ലാലേട്ടൻ ഫാൻ മമ്മൂക്ക ഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു 2 വിഭാഗമായിക്കൊണ്ട് തന്നെ പ്രേക്ഷകരിൽ ജനങ്ങൾ നിൽക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. സത്യത്തിൽ പല മറ്റു ഇതര സ്റ്റേറ്റുകളിലൊക്കെ ഇത്തരത്തിൽ ഓരോ ഫാൻ ഗ്രൂപ്പുകാർ തമ്മിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുന്ന അവസ്ഥകളൊക്കെ ഓരോ സിനിമയുടെ പേരിലൊക്കെ ഉണ്ടായതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്നും പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ 2 ഫാനായി 2 വിഭാഗമായിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും ഒക്കെ ഈ 2 ഫാൻ ഗ്രൂപ്പുകാരും നിൽക്കുന്നതിൻ്റെ ഏക കാരണം ഈ ലാലേട്ടനും മമ്മൂക്കയും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ്.
അവർ ഒരിക്കലും തന്നെ അങ്ങനെ ഒരു ഫാൻ ഗ്രൂപ്പായിട്ട് ഇരു ചേരികളിലായിട്ട് നിൽക്കാനൊന്നും അവർ രണ്ടാളും വ്യക്തിപരമായി ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ ഫാൻ ഗ്രൂപ്പുകൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ അത്രയേറെ ശ്രദ്ധിക്കുന്ന ഒരവസ്ഥ ഈ രണ്ട് നടന്മാർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സിനിമാ നടന്മാർ, നടിമാർ എന്നൊക്കെ പറയുന്നത് ഒരു കലാകാരന്മാർ എന്ന രൂപത്തിൽ ഏതൊരു മനുഷ്യരും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഏത് മനുഷ്യരും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസുകളുണ്ടെങ്കിൽ അത് പരസ്യമാക്കാതിരിക്കാൻ അവർ പരമാവധി ശ്രദ്ധിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് പ്രിയപ്പെട്ട സുഹൃത്തായ ലാലേട്ടൻ ശബരിമലയിൽ പോയി ഒരു വഴിപാട് നടത്തി അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ആ വിഷയം ഒരു കാരണവശാലും ഈ മതാന്ധത ബാധിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? ഏതെങ്കിലും മനുഷ്യർ പരസ്പരം ഐക്യത്തോടും സ്നേഹത്തോടും ഒക്കെ ജീവിക്കുന്നു, മാതൃകാപരമായി ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ അവർക്കത് സഹിക്കില്ല. ഈ മതാന്ധത ബാധിച്ച ആളുകളുടെ ഒരു പ്രശ്നമാണ്. കാരണം അവർ ഈ മതം ഇത്രത്തോളം തൊണ്ടകീറി പ്രസംഗിച്ച് അല്ലെങ്കിൽ തൊണ്ടകീറി പഠിപ്പിച്ചിട്ട് അതിനേക്കാൾ മനോഹരമായ രൂപത്തിൽ ഒരു മതത്തിൻ്റെ ബാനറും ഇല്ലാതെ മനുഷ്യർ പരസ്പരം ഐക്യത്തോടും സ്നേഹത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നത് കാണുമ്പോൾ ഇവർക്കത് ഇഷ്ടപ്പെടില്ല. അതെന്തുകൊണ്ടാണ്? ഇവർ കാണുന്ന ധാർമ്മികതയും ഇവർ കാണുന്ന ഐക്യവും സ്നേഹവും ഒക്കെ മതത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന ഒരു ധാർഷ്ട്യമാണ് ഇവരെ കൊണ്ട് അത്തരത്തിൽ ചിന്തിപ്പിക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരാ മതാന്ധത ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ അവരാ മതഭ്രാന്ത ഉപേക്ഷിക്കുന്നത് വരെ അവരത്തരത്തിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. മാത്രവുമല്ല അവർക്ക് ഈ പോയിന്റ് പറഞ്ഞാൽ മനസ്സിലാകുകയുമില്ല. നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ട് അവരോട് ഈ ഒരു പോയിന്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും അവരത് അംഗീകരിച്ച് തരില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ എല്ലാ ധാർമ്മികതകളുടെയും ഉറവിടം അല്ലെങ്കിൽ മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന സകല നന്മകളുടെയും ഉറവിടം മതമാണ്. മതത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യൻ നല്ലൊരു വ്യക്തിയായി ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു മൂഢത്തരത്തിലാണ്, മൂഢൻ വിശ്വാസങ്ങളിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോയിന്റ് അവർക്ക് മനസ്സിലാകില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ അവൻ്റെ ബുദ്ധിയും യുക്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തിന്മയും നന്മയും ഒക്കെ വേർതിരിച്ച് മനസ്സിലാക്കാനൊക്കെ കഴിയുന്ന അവസ്ഥകൾ ഇന്നുണ്ട്. ശാസ്ത്രം ഇത്രയും വളർന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭൂരിഭാഗവും വിദ്യാഭ്യാസം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ നാട്ടിൽ തന്നെ പ്രളയം വന്ന സമയത്ത് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ, 24 മണിക്കൂറും മൊബൈലിൽ കുത്തി നടക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും വഴക്ക് പറയാറുള്ള, ചീത്ത പറയാറുള്ള പ്രൊഫഷണലായിട്ടുള്ള പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ, അവരല്ലേ യഥാർത്ഥത്തിൽ ആ ഒരു പ്രളയം വന്ന സമയത്ത് എല്ലാ മൊബൈലുകളും വലിച്ചെറിഞ്ഞ് സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലെവലിൽ അവർ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഈ കൊച്ചു കേരളത്തിലിരുന്നു കൊണ്ട്. അവരാ നന്മ പ്രവർത്തിക്കാൻ തൻ്റെ കൂടപ്പിറപ്പുകളായ ആളുകളെ ആ പ്രളയഭീതിയിൽ നിന്ന് ജീവൻ രക്ഷിച്ചെടുത്ത് അവരെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതിന് വേണ്ടിയും അവർക്ക് അത്യാവശ്യമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയൊക്കെ അത്രയേറെ ആത്മാർത്ഥമായിട്ട് ഒരു മതപാഠശാലയിൽ നിന്നും കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ അവരാരും പ്രവർത്തിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഏതെങ്കിലും മദ്രസകളിൽ പഠിച്ച ആളുകൾ മാത്രമാണോ അത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തത്? അല്ല. അവരൊക്കെ പ്രൊഫഷണലായിട്ടുള്ള വിദ്യാർത്ഥികളാണ്. ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആകാനും ഒക്കെ വേണ്ടി പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന മത ചിട്ടവട്ടങ്ങളിൽ ജീവിച്ച ആളുകളല്ല. മതം പഠിപ്പിച്ച ഏതെങ്കിലും നന്മകളുടെ പേരിലല്ല അവരാരും അത് ചെയ്തത്. സഹജീവികളോട് പ്രകൃത്യാ മനുഷ്യനുള്ള നന്മയുണ്ട്, ഒരു മനുഷ്യത്വമുണ്ട്, അതെല്ലാ മനുഷ്യർക്കുമുണ്ട്. സാഹചര്യങ്ങൾ ചിലപ്പോൾ അവനെ പ്രവർത്തിക്കാൻ കാരണമാക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ബുദ്ധിയും യുക്തിയും വിശേഷ ബുദ്ധിയും തിരിച്ചറിവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സഹജീവികളോട് എങ്ങനെ വർത്തിക്കണം എന്നുള്ളത് അവന് അവൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളൊരു കാര്യമാണ്. അതിനനുസൃതമായിട്ട് അവന് ദയ, കാരുണ്യം, സ്നേഹം, സഹാനുഭൂതി, സഹവർത്തൃത്വം ഇതൊക്കെ അവനിൽ പ്രകടമാകും. അതിനെ ഓവർകം ചെയ്തുകൊണ്ട് മതം പലപ്പോഴും ആ ഒരു നന്മയെ പോലും ഇല്ലാതാക്കുന്ന, അങ്ങനെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, തൗഹീദില്ലാതെ അതൊക്കെ ചെയ്തിട്ട് നിനക്ക് അതുകൊണ്ട് യാതൊരു പ്രതിഫലവും കിട്ടില്ല, ഇഹലോകത്തും ഇല്ല പരലോകത്തും ഇല്ല,
നിൻ്റെ ജീവിതം മൊത്തം കട്ടപ്പുകയാണ് എന്ന പിഴച്ച ആദർശം അവനെ കുത്തിവെക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ നന്മകൾ ചെയ്യുന്നതിൽ നിന്ന് അവൻ പിന്മാറി നിൽക്കും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ച മതമോ അല്ലെങ്കിൽ അവൻ ജനിച്ച ചുറ്റുപാടോ അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടോ ഒന്നും തന്നെ ഇസ്ലാമിനെ അനുസരിച്ച് കൊണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇത്തരത്തിലുള്ള മതഭ്രാന്തന്മാരായിട്ട് ഉള്ള ആളുകൾ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും ഇബാദത്തുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പരിപൂർണ മുഅ്മിനായ ഷിർക്കില്ലാത്ത ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മാത്രമാണ് ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന ആ ഒരു നന്മകൾ പടച്ചോൻ സ്വീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതൊക്കെ വെറും കർമ്മങ്ങളാണ് എന്ന പിഴച്ച മതഭ്രാന്തിൻ്റെ ആശയം പഠിപ്പിക്കുന്ന ആളുകൾ, അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള നന്മകളെ പരസ്പരം മനുഷ്യരോട് ചെയ്യുന്ന നന്മകളെ കൊഞ്ഞനം കുത്തുകയും അവയെ സമൂഹ മധ്യത്തിൽ ചവിട്ടിത്തേക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ മതഭ്രാന്തിൻ്റെ പ്രശ്നമാണ്. മതഭ്രാന്താണ് അവരെ കൊണ്ട് ആ തരത്തിൽ സംസാരിപ്പിക്കുന്നത്. ഇതവർ തിരിച്ചറിയാത്തത് ആ മതഭ്രാന്ത് അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ അവർ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഈ മതഭ്രാന്ത് അവർ എന്നൊഴിവാക്കുന്നോ അന്ന് മാത്രമാണ് ഈ സംസാരം അവർക്ക് മനസ്സിലാവുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഇനി എന്നാണ് ഇതൊക്കെ തിരുത്താൻ പോകുന്നത്? ഇപ്പോൾ അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീഡിയോകളിലൊന്നും തന്നെ വ്യക്തികളെ ടാർഗറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വ്യക്തികളെ പേര് പറഞ്ഞുകൊണ്ടൊന്നും വിമർശിക്കാറില്ല. പക്ഷേ ഈ ഒരു സംഭവത്തെ നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പേര് പോലും പറയുന്നത്. ഒരിക്കലും തന്നെ ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ വിമർശിക്കുന്ന ഒരവസ്ഥ പരമാവധി ഒഴിവാക്കാനാണ് നമ്മൾ ഈ ചാനലിലൂടെ ശ്രദ്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടുമ്പോൾ ആ പേരുകൾ പറയൽ നിർബന്ധിത സാഹചര്യം വരുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ പേര് പറയുന്നത്. അബ്ദുള്ള സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫിലൊക്കെ ഉള്ള ഇഖ്വാനുൽ മുസ്ലിമുൻ, ഡോക്ടർ യൂസുഫുൽ കർലാവി, ഷെയ്ഖ് അബ്ദുൽ മൊയ്സ് അബ്ദുൽ സത്താർ പോലെയുള്ള ഹസനുൽ ബന്ന, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ഇഖ്വാനി പണ്ഡിതന്മാരുണ്ട്. അവരുടെ ഒരു ആദർശം സ്വീകരിച്ച വ്യക്തിയാണ് യഥാർത്ഥത്തിൽ അബ്ദുള്ള സാഹിബ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു ആദർശം ഇവിടെ ഇന്ത്യയിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങൾ എന്താ പറയുക, ജീവിതത്തിൽ അതുപോലെ കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ അബ്ദുള്ള സാഹിബ്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിൽ അതിൻ്റെ ആചാര്യനായ മൗദൂദി സാഹിബിനെ തള്ളി പറഞ്ഞപ്പോഴും അതുപോലെ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി സഞ്ചരിച്ചപ്പോൾ അതിൽ നിന്ന് വിയോജിപ്പ് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു നേതാവ് കൂടിയാണ് ഈ പറയുന്ന അബ്ദുള്ള സാഹിബ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ഈ ഒരു ചെറിയ കാര്യം തിരിച്ചറിയാനുള്ള ഒരു കഴിവ് മാത്രമില്ല. അതിൻ്റെ റീസണാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മതഭ്രാന്താണ് അതിൽ നിന്ന് അദ്ദേഹത്തെ തടയുന്നത്. ഇവിടെ മനുഷ്യരുടെ ജീവിതത്തെ കുടുസാക്കുകയാണ് ഇത്തരത്തിലുള്ള തിയറികൾ ഫോളോ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലുമാകുന്നതിനൊക്കെ തടയുകയും അവർ അങ്ങനെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണ്ടി അയാളുടെ വിശ്വാസപ്രകാരം ആത്മാർത്ഥമായിട്ട് കരളൊരുക്കി പ്രാർത്ഥിച്ചത് പോലും തിന്മയായി കാണുന്നൊരവസ്ഥ. ആ പ്രാർത്ഥന സ്വീകരിച്ച ആൾ തൗബ ചെയ്ത് മടങ്ങണം. അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണ്, മമ്മൂക്ക ആവശ്യപ്പെട്ടിട്ടാണ് ലാലേട്ടൻ ആ പ്രാർത്ഥന നടത്തിയതെങ്കിൽ മമ്മൂക്ക തൗബ ചെയ്ത് മടങ്ങണം. തൗബ ചെയ്ത് മടങ്ങുക എന്ന് പറഞ്ഞാൽ പാശ്ചാത്തപിച്ച് മടങ്ങണം. പടച്ചവനെ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ നീ അല്ലാത്ത വേറൊരാളോട് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ സുഹൃത്തിനോട് ഞാൻ ആവശ്യപ്പെടുകയും ആ സുഹൃത്ത് അത് ചെയ്യുകയും ചെയ്തു. പടച്ചവനെ നീ മാത്രമാണല്ലോ ദൈവം, അള്ളാഹുവേ നീ മാത്രമാണല്ലോ ദൈവം, അതുകൊണ്ട് നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് തെറ്റിപ്പോയി, ആ പ്രാർത്ഥന എനിക്ക് സ്വീകരിച്ചു പോയി എന്നൊക്കെ ആ ഒരു തരത്തിലാണ് ഇവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഒരു ദൈവികമായ ഒരു ആദർശമാണെന്ന് നമുക്ക് പറയാൻ പറ്റുക? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. തികച്ചും വർഗീയമായിട്ടുള്ള ഒരു ചിന്താഗതിയല്ലേ? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം എന്ന് പറയുന്ന ദൈവസങ്കല്പം എന്നൊക്കെ പറയുന്നതേ മനുഷ്യരുടെ ബുദ്ധി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായി ഏതാനും 5000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാക്സിമം പോയ ഒരു 10000 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ചിന്താഗതിയാണ്. മനുഷ്യൻ്റെ ബുദ്ധി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായി മനുഷ്യനിൽ ഉണ്ടായിത്തീർന്ന ഒരു ചിന്താഗതി മാത്രമാണ് എന്ത്? ഈ ദൈവവിശ്വാസം എന്ന് പറയുന്നത്. മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ചിന്താഗതിയാണിത്. ദൈവം, ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഒരു സൃഷ്ടാവ് ഉണ്ടെന്നും ഒരു സൃഷ്ടാവില്ലാതെ നമ്മളാരും താനെ അങ്ങനെ ഉണ്ടാകില്ല എന്ന തരത്തിലൊക്കെ മനുഷ്യർ ചിന്തിക്കുകയും
ആ സൃഷ്ടാവിനോട് തൻ്റെ ആവലാതികൾ പറയുന്നൊരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ ആവലാതികൾ പറയുമ്പോൾ ചില കാര്യങ്ങൾ ശരിയാവുകയും ചില കാര്യങ്ങൾ ശരിയാകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുകയും അങ്ങനെ ഓരോ തരത്തിൽ ഓരോ വിഭാഗങ്ങൾ ഓരോ സമുദായങ്ങളായി തീരുകയും അതിൻ്റെ ആചാര്യന്മാരുണ്ടാവുകയും ആ ആചാര്യന്മാരുടെ പേരിൽ വ്യത്യസ്ത മതങ്ങളായി രൂപീകൃതമാവുകയും അങ്ങനെ ഒരുപാട് പരിണാമങ്ങൾക്കൊടുവിലാണ് 2025 ഹിന്ദുമതം, ക്രിസ്തുമതം, ഇസ്ലാം മതം എന്ന് പറയുന്ന മതങ്ങളായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഒരല്പം നിഷ്കളങ്കമായിട്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന സിമ്പിളായിട്ടുള്ള ഒരു പോയിന്റാണ്. പക്ഷെ ഇതൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് അവരുടെ മതം മാത്രമാണ് ശരി. അതിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള മനുഷ്യർ ചെയ്യുന്ന എല്ലാ നന്മകളും നിഷ്ഫലമാണ്. അവർക്ക് പരലോകത്ത് കത്തിയാളുന്ന നരകമാണ്. അവർ ചെയ്യുന്ന നന്മകളൊന്നും തന്നെ പരലോകത്ത് അള്ളാഹു സ്വീകരിക്കില്ല എന്ന തികച്ചും വർഗീയമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ചിന്തിക്കുന്നത്. അത് അബ്ദുള്ള സാഹിബ് ചിന്തിച്ചാലും ഞാൻ ചിന്തിച്ചാലും അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചാലും അതൊരു വർഗീയമായ ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി അങ്ങനെയുള്ള ചിന്താഗതികളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം ദൈവമാണല്ലോ നമ്മൾ ഇങ്ങനെ ഈ തരത്തിൽ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളൊക്കെ ആക്കി തീർത്തത്. ഇതേ ദൈവം തമ്പുരാനല്ലേ. ആ ദൈവം തമ്പുരാന് അള്ളാഹു എന്ന പേരിൽ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊരു ചിന്ത ദൈവത്തിനുണ്ടെങ്കിൽ ആ ദൈവം ഇങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. വ്യത്യസ്ത ഗോത്രങ്ങളും സമുദായങ്ങളും ആക്കിയ ശേഷം അള്ളാഹു എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യാത്ത മോഹിതകളായ ആളുകളെ മാത്രം സ്വർഗത്തിലിടുകയും ബാക്കി വിഭാഗങ്ങളാക്കി തിരിച്ച ആളുകളൊക്കെ അള്ളാഹുവിനെ വിളിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവരൊക്കെ നരകത്തിലിട്ട് കരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് നീതിമാനായ ഒരു ദൈവത്തിന് ചേർന്നതാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ ദൈവം തമ്പുരാൻ ഒരു കാരണവശാലും അത്തരത്തിൽ ചെയ്യില്ല. ഏത് പേരിൽ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചാലും ഉത്തരം നൽകുന്നത് ഒരേ ഒരു ദൈവമല്ലേ. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്ര വാശി പിടിക്കുന്നത് അള്ളാഹു എന്ന പേരിൽ തന്നെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്? ഇപ്പോൾ ഉദാഹരണത്തിന് ക്രൈസ്തവ സമുദായത്തിലുള്ള അവർ പറയുകയാണ്, യേശുവെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രമേ മോക്ഷമുള്ളൂ. വേറെ ഏത് പേരിൽ വിളിച്ചാലും നിൻ്റെ ഒരു അമലുകളും ഒരു സൽക്കർമ്മവും ദൈവം തമ്പുരാൻ സ്വീകരിക്കില്ല. അതുകൊണ്ട് യേശുവെ എന്ന് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് അവർ പറയുകയും അവർ അതിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ. അതല്ലാത്ത ആളുകളൊക്കെ പിഴച്ചവരാണ്, ബാക്കിയുള്ളവരൊക്കെ നരകാവകാശികളാണ് എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ക്രൈസ്തവ സമുദായത്തിലെ ആളുകൾ നിലപാടെടുക്കുകയും ഹൈന്ദവ സമുദായത്തിലുള്ള ആളുകൾ അതുപോലെ നിലപാടെടുക്കുകയും ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ നാട്ടിലുള്ള അവസ്ഥ? പരസ്പരം ഐക്യമാണോ ഉണ്ടാവുക? പരസ്പരം സ്നേഹമാണോ ഉണ്ടാവുക? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതികൾ മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ ജീവിക്കുന്ന നമ്മളെ അകറ്റാൻ മാത്രമാണ് ഉപകരിക്കുക. ഒരു കാരണവശാലും മനുഷ്യരെ പരസ്പരം അടുപ്പിക്കാനല്ല അത് ഉപകരിക്കുക, അടിപ്പിക്കാനാണ് ഉപകരിക്കുക. പരസ്പരം അടികൂടാനാണ് അത് ഉപകരിക്കുക. അവർ പരസ്പരം വായ കൊണ്ട് പറയും ഞങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തിലാണ്, സൗഹാർദ്ദത്തിലാണ് എന്നൊക്കെ പറയും. ഒരു പക്ഷേ അങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് കാണാനും കഴിയും. പക്ഷെ ആത്മാർത്ഥമായിട്ട് മതപരമായിട്ട് ചിന്തിക്കുമ്പോൾ, ഇസ്ലാമികപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു സൗഹൃദം ആത്മാർത്ഥമായിട്ട് കീപ്പ് ചെയ്യാൻ മതം അനുവദിക്കുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ അബ്ദുള്ള സാഹിബ് ആ പറഞ്ഞ നിലപാടുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാം ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. അബ്ദുള്ള സാഹിബ് പറഞ്ഞ നിലപാട് അബ്ദുള്ള സാഹിബിൻ്റെ മാത്രം നിലപാടല്ല, അത് ഇസ്ലാമിൻ്റെ നിലപാടാണ്. നമ്മളെ പോലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു ഇസ്ലാമിനെ വിമർശിക്കുന്നതും. മനുഷ്യരെ പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും താങ്ങും തണലുമാകാനും സമ്മതിക്കാത്ത ഒരു ആദർശം ഇസ്ലാമിൽ നിന്നല്ല ഏത് മതത്തിൻ്റെ ചിന്താഗതികളിലുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അതൊരു കാരണവശാലും നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് അത് ഇസ്ലാമിൻ്റെ പ്രശ്നമാണ്, അദ്ദേഹം അബ്ദുള്ള സാഹിബിനെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്ന ആ ഒരു മതത്തിൻ്റെ പ്രശ്നം തന്നെയാണ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിമർശിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ചോദിക്കും, അതേ ഇസ്ലാം ഫോളോ ചെയ്യുന്ന ബാക്കി ആളുകൾക്ക് അതില്ലല്ലോ എന്ന്. ബാക്കിയുള്ള ആളുകൾ ആ ഇസ്ലാം അതുപോലെ പഠിച്ച് ഫോളോ ചെയ്യുന്നവരല്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ തിയറി ഇസ്ലാമിലുണ്ട് എന്ന കാര്യം പോലും ഈ പറയുന്ന ബാക്കിയുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. അവരത് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും താൻ വിശ്വസിക്കുന്ന മതം അതിന് എതിരാണെന്ന് എന്ന കാര്യം പോലും അവർക്കറിയാത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അതുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും കൂടിയാണ് നമ്മൾ ഇത്തരത്തിൽ വിമർശന വീഡിയോകൾ ചെയ്യുന്നതും.
നമ്മൾ വിശ്വസിക്കുന്ന ഇസ്ലാമിൽ ഇത്തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. ആ ചിന്താഗതികൾ നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തേണ്ടത് കൂടിയുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന പൗരോഹിത്യ നിർമ്മിത മതത്തിൽ ഇത്തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള മാനവിക മൂല്യങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതിനൊക്കെ തള്ളിക്കളയാനും അത്തരത്തിലുള്ള കാര്യങ്ങളെ പാടെ ഉപേക്ഷിക്കാനും തയ്യാറാകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള ഒരു എളിയ ശ്രമവും കൂടിയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അബ്ദുള്ള സാഹിബ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം, ഒരു മതരാഷ്ട്രവാദവും കാര്യങ്ങളൊക്കെ, മൗദൂദിയൻ ആദർശം, ചിന്താഗതികൾ, ഇഖ്വാനുൽ മുസ്ലിമൂനിൽ നിന്ന് കിട്ടിയ ആ സംഭവങ്ങൾ, അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ്. അതൊക്കെ നമ്മൾ പിന്നീടുള്ള അവസരങ്ങളിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഈ ഒരു വീഡിയോയിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. അബ്ദുള്ള സാഹിബിൻ്റെ ചിന്താഗതി പുലർത്തുന്ന, അതുപോലെ ചിന്തിക്കുന്ന ആളുകളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും തൊണ്ട തൊടാതെ വിഴുങ്ങിയൊക്കെ ചെയ്തിരുന്ന ഒരു പണ്ഡിതനാണ് ബഹുമാനായ ഡോക്ടർ യൂസുഫുൽ കർലാവി എന്ന് പറയുന്ന പണ്ഡിതൻ. ഒരു ഇഖ്വാനി പണ്ഡിതനാണ്. ഖത്തറിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഖുതുബകൾ നേരിട്ട് കേൾക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ. ഈ പറയുന്ന ഡോക്ടർ യൂസുഫുൽ കർലാവി ഈ അടുത്ത കാലഘട്ടത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ 99% അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു ആദർശമുണ്ട്, ഒരു ഇഖ്വാനി ആദർശം. ആ ആദർശം അദ്ദേഹത്തിൻ്റെ മരണസന്ദർഭത്തിൽ ബാക്കിയുള്ള 1% ഉണ്ടല്ലോ, ആ 1% ജീവിതത്തിൽ അദ്ദേഹം ആ ആദർശത്തെ മുഴുവനും തള്ളിപ്പറയുന്ന പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല വീഡിയോകളും യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ എത്ര പേര് ആ കാര്യം അറിഞ്ഞിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം അത്രയും കാലഘട്ടം പുലർത്തിയിരുന്ന പല കാര്യങ്ങളും തെറ്റായി പോയി എന്നും അദ്ദേഹം തൗബ ചെയ്യുന്ന, തൗബയുടെ ഒരു മനസ്സോടുകൂടി പശ്ചാത്തപിച്ച് മടങ്ങുന്ന ഒരു അവസ്ഥയോടുകൂടി ജീവിച്ച അവസാന കാലഘട്ടത്തെക്കുറിച്ച് എത്ര പണ്ഡിതന്മാർ, എത്ര ജമാഅത്തെ ഇസ്ലാമിയുടെ പണ്ഡിതന്മാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്? അല്ലെങ്കിൽ എത്ര ആളുകൾ അത് അറിഞ്ഞിട്ടുണ്ട്? ഇനി അറിഞ്ഞ ആളുകൾ അതൊരു വിഷയമാക്കി പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണും. ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ അവസാനത്തെ വീഡിയോകൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറബിയിലുള്ളതാണ്, ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ ചില വീഡിയോകളിലുണ്ട്. നിങ്ങളത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറിവുള്ളവരോട് ചോദിക്കുക എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന്. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും അദ്ദേഹം തെറ്റായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അദ്ദേഹത്തിന് 100 വയസ്സാണെന്ന് കരുതുക. 98 വയസ്സ് വരെ അദ്ദേഹം പുലർത്തി, അദ്ദേഹം പറഞ്ഞതായിട്ട് ഇവിടെ വെച്ച ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് തിയറികളുണ്ട്, ഒരുപാട് ഇസ്ലാമിക നിയമങ്ങൾ, ഫത്വകൾ എന്ന പേരിൽ തന്നെ ഉണ്ട്. ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ ഫത്വകൾ തന്നെ ഒരുപാടുണ്ട് പല വിഷയങ്ങളിലും. ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ ഫത്വകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഇനി മൗദൂദിയെ തള്ളി പറഞ്ഞതുപോലെ അദ്ദേഹത്തെയും പിന്നീട് തള്ളിപ്പറയോ നമുക്കറിയില്ല. മൗദൂദിയെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ യൂസുഫുൽ കർലാവിയെയും തള്ളി പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇനി തള്ളി പറയില്ലെന്നൊന്നും നമുക്കറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫത്വകൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വീകരിക്കുന്നൊരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. ഭാവിയിൽ എന്താകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ ഡോക്ടർ യൂസുഫുൽ കർലാവി ഇത്തരത്തിൽ പല കാര്യങ്ങളും തള്ളിപ്പറഞ്ഞത് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിലാണ്. ഈ ഡോക്ടർ യൂസുഫുൽ കർലാവിയുടെ ആദർശങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങി അത് ഒരു ഇസ്ലാമായി കൊണ്ടു നടക്കുന്ന ബഹുമാനായ അബ്ദുള്ള സാഹിബിനെ പോലെയുള്ള ആളുകൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ അവസാന കാലഘട്ടത്തിൽ നിങ്ങളും ഇതുപോലെ തൗബ ചെയ്തു എന്ന് കരുതുക. നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വർഗീയമായിട്ടുള്ള ആദർശങ്ങളൊക്കെ സ്വീകരിച്ച് അതിൽ പ്രചോദിതരായി അല്ലെങ്കിൽ അത് ജീവവായുവായി കൊണ്ട് നടക്കുന്ന ആളുകൾ വരുത്തി വെക്കുന്ന വിനകൾ എത്രത്തോളം മനുഷ്യരെ ബാധിക്കുന്നതാണ്. നിങ്ങൾ അവസാനം അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തൗബ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഫിത്നകൾ ഈ പറയുന്ന സമൂഹം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചിട്ട് തൗബ ചെയ്തു കഴിഞ്ഞാൽ തൗഹീദ് ഉണ്ടെങ്കിൽ എല്ലാം പുറത്തു തരുന്ന ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഫിത്നകൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഡോക്ടർ യൂസുഫുൽ കർലാവി അദ്ദേഹത്തിൻ്റെ 98% ജീവിതത്തിലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 99% മുതൽ 100% എത്തുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തള്ളിപ്പറഞ്ഞു, തൗബ ചെയ്തു മടങ്ങി. ഇതേ അവസ്ഥ, ഇതേ ആദർശം പുലർത്തുന്ന അബ്ദുള്ള സാഹിബിനെ പോലെ ചിന്തിക്കുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്തത് കൊണ്ട് എന്ത് ഗുണമാണുള്ളത്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അങ്ങനെ തൗബ ചെയ്തത് ആരെങ്കിലും അറിയുന്നുണ്ടോ? അത് അറിയുന്നു പോലുമില്ല.
അത്രയേറെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത്തരത്തിലുള്ളൊരു സംഭവം തന്നെ അറിയാൻ കഴിയുള്ളൂ. ഇതുകൊണ്ടാണ് അത്തരത്തിലുള്ള ചിന്താഗതികൾ തന്നെ പിഴച്ചതാണെന്നും നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ സായം സന്ധിയിൽ മാത്രം ബോധ്യപ്പെടുന്ന ആ ഒരു ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം കുറച്ചുകൂടെ നേരത്തെ ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അത്രയേറെ സമാധാനം ഈ പറയുന്ന മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ദയവ് ചെയ്ത് ചിന്തിക്കുക. നമ്മുടെ ചോരത്തിളപ്പിന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും, നമുക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ കുറച്ചങ്ങോട്ട് ഏജ് കഴിയുമ്പോൾ നമുക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയി എന്ന് തോന്നുന്ന, ആ നിലപാട് ശരിയല്ലായിരുന്നു എന്ന് തോന്നുന്ന അവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ അഡ്വാൻസ് ആയിട്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യാതിരിക്കാൻ കഴിയും. നമ്മുടെ പക്വത കുറവ് കൊണ്ട് നമുക്ക് പല അബദ്ധങ്ങളും സംഭവിക്കുന്നൊരവസ്ഥ മനുഷ്യന് പ്രകൃത്യാ ഉണ്ട്. അപ്പോൾ പ്രകൃത്യാ ഉള്ള ആ ഒരു സംഭവത്തെ നേരത്തെ തിരിച്ചറിയാണ്. ഇങ്ങനെ പക്വത കുറവ് കൊണ്ട് പലതും സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു കാര്യത്തിലും ചോരത്തിളപ്പ് കൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥ വിവേകത്തെ വികാരം കൊണ്ട് നേരിടുന്നതിന് പകരം വികാരത്തെ വിവേകം കൊണ്ട് നേരിടലാണ് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ ബുദ്ധി എന്ന് മനസ്സിലാക്കിയിട്ട് പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി ആ ഒരൊറ്റ ഫസ്റ്റ് മൂമെൻറ്റിൽ തന്നെ, ഫസ്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങിത്തിരിക്കാതെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വിവേകത്തോടു കൂടി സംസാരിക്കുക. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒ അബ്ദുള്ള സാഹിബ് അങ്ങനെയൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒ അബ്ദുള്ള സാഹിബ് എന്നൊരു വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുക. ഇവിടെ നിഷ്കളങ്കരായിട്ട് പരസ്പരം സ്നേഹത്തോടും ഐക്യത്തോടും കഴിയുന്ന മുസ്ലിം സൊസൈറ്റി, മുസ്ലിം സമുദായം എന്ന് പറയുന്നൊരു സമുദായമുണ്ട്. ആ സമുദായത്തിൽ 0.1% പോലും വരില്ല ഇത്തരത്തിൽ അബ്ദുള്ള സാഹിബിൻ്റെ ചിന്താഗതി പുലർത്തുന്ന ആളുകൾ. ഈ 0.1% ചിന്താഗതി പുലർത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിന് വില കൊടുക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്നത് പാവം വിശ്വാസികളായിട്ടുള്ള മുസ്ലിം സമുദായമാണ്. അപ്പോൾ അത്തരത്തിൽ അത് ഏത് മതാധ്യക്ഷന്മാർ പറഞ്ഞാലും അത് ബാധിക്കുക നിഷ്കളങ്കരായ പാവം വിശ്വാസികളെയാണ്. ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് ഒരവസ്ഥ മാത്രമല്ല, ഏത് മതവിഭാഗത്തിൻ്റെ മതാധ്യക്ഷന്മാർ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയാലും അത് ബാധിക്കുന്നത് പാവം വിശ്വാസികളെയാണ്. അപ്പോൾ ഈ പാവം വിശ്വാസികളായിട്ടുള്ള നമ്മളാണ് ഈ കാര്യം തിരിച്ചറിഞ്ഞിട്ട് ഈ മതഭ്രാന്തന്മാർ ആയിട്ടുള്ള ആളുകളെ തിരുത്തേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? പാവം വിശ്വാസികളായി നമുക്കാണ്. നമ്മൾ അതിനെതിരെ പ്രതികരിക്കണം, അദ്ദേഹത്തോട് അത് തിരുത്താൻ ആവശ്യപ്പെടണം, പരസ്യമായി മാപ്പ് പറയണമെന്ന് അദ്ദേഹത്തോടാണ് പറയേണ്ടത്. അല്ലാതെ സുഖമില്ലാതെ ഹോസ്പിറ്റലൈസ്ഡ് ആയി കിടക്കുന്ന മമ്മൂക്ക അതിൻ്റെ പേരിൽ തൗബ ചെയ്ത് മടങ്ങണമെന്നും സമുദായത്തോട് മാപ്പ് പറയണം എന്ന് പറയുന്നത് തികച്ചും വർഗീയമായ ചിന്തയാണ്. ദൈവസങ്കല്പത്തെക്കുറിച്ചുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അത്തരത്തിലാണ് ദൈവസങ്കല്പം കുടികൊള്ളുന്നത് എന്നും ഭൗതികപരമായിട്ട് ഏതെങ്കിലും ഒരു ദൈവസങ്കല്പമാണ് ശരിയെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാനൊന്നും കഴിയുന്ന അവസ്ഥയിലല്ല എന്നുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല, ദൈവം പോലും ഏത് പേരിൽ വിളിച്ചാലും അതിന് ഉത്തരം നൽകാൻ ദൈവം റെഡിയായി നിൽക്കുന്നൊരവസ്ഥയിൽ നമ്മൾ ഇത്തരം കുടുസായ ചിന്താഗതികളൊക്കെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യരായി വിശ്വസിച്ചോളൂ, വിശ്വാസികളായി ജീവിച്ചോളൂ. പക്ഷെ അത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്കൊരാളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചോളൂ, ഒരു പ്രശ്നം ആർക്കും ഉണ്ടാവില്ല. വിശ്വാസം പുലർത്തുമ്പോഴും മനുഷ്യരായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ആ വിശ്വാസം കൊണ്ട് ഗുണമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ വിശ്വാസം വെറും മറ്റുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഒന്നായി മാറുക തന്നെയാണ് ചെയ്യുക. പിന്നെ ഇത്തരത്തിൽ തൗബ ചെയ്ത് മടങ്ങണമെന്ന് പറഞ്ഞ ആളുകളോട് അവർ ചിന്തിക്കാൻ വേണ്ടി അവരുടെ ചിന്തയിലേക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും 3 നേരം അരിയാഹാരം കഴിക്കുന്നുണ്ട്, ചോറ് കഴിക്കുന്നുണ്ടല്ലോ. ഈ അരി എങ്ങനെയാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എന്ന് ഒരു ചെറിയ പഠനം നടത്തിയാൽ നമ്മൾ ഈ പറയുന്ന വർഗീയ പരാമർശങ്ങൾ, നമ്മൾ നടത്തിയ ഈ പരാമർശങ്ങൾ തികച്ചും വർഗീയമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. കാരണം ഈ നമ്മുടെ കൈകളിൽ കിട്ടുന്ന അരി അത് കൃഷി ചെയ്യുന്ന കർഷകർ അള്ളാഹുവിനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് 5 നേരം പോയി തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ച് നോമ്പ് നോറ്റ് ഹജ്ജ് ചെയ്ത് ഉംറ ചെയ്ത ശേഷം അവർ കൃഷി ചെയ്തുണ്ടാക്കിയ സാധനമാണോ? അല്ല. ഏത് ഭക്ഷണ സാധനത്തിൻ്റെയും അവസ്ഥ അത് തന്നെയാണ്. ഈ അരി കൃഷി ചെയ്യുന്ന, നെല്ല് കൃഷി ചെയ്യുന്ന കർഷകരായിട്ടുള്ള ആളുകൾ ഏത് മതത്തിലാണോ അവർ വിശ്വസിക്കുന്നത്, ഏത് പേരിലാണോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, ആ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തിയിട്ടാണ് അവർ കൃഷി ഇറക്കുന്നത്. അത്തരത്തിൽ പൂജകൾ ചെയ്തിട്ടാണ് അവർ കൃഷി ഇറക്കുന്നത്. അങ്ങനെ ആ പേരിൽ പൂജ ചെയ്ത് കിട്ടിയ
അരിയാണ് നമ്മൾ ഭക്ഷിക്കുന്നത്. ഈ വർഗീയ പരാമർശങ്ങൾ നടത്താനായിട്ട് നമുക്ക് ഊർജം കിട്ടുന്ന ആഹാരമില്ലേ, ആ ആഹാരം ഉണ്ടായത് ഇത്തരത്തിൽ മറ്റുള്ള പേരുകളിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാക്കി പൂജ നടത്തിയിട്ട് കിട്ടിയ അരിയാണ്. അത്തരത്തിൽ വിശ്വാസം പേറുന്ന ആളുകളുടെ പൂജയ്ക്ക് ശേഷം അല്ലെങ്കിൽ അവരുടെ ആരാധനാ കർമ്മങ്ങൾക്ക് ശേഷം അവരുടെ പ്രാർത്ഥനകൾക്ക് ശേഷം അവർക്ക് കിട്ടിയ അവരുടെ ധാന്യമണികളാണ് നമ്മൾ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതിനൊരു ന്യായീകരണം പറയും, നമ്മളത് കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലുന്നുണ്ടല്ലോ എന്ന്. ഇതൊക്കെ 2025 നമുക്ക് ഇല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്കൊക്കെ കാര്യമായ എന്തോ തകരാറുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഓരോ സാധനങ്ങളെ A to Z കാര്യങ്ങൾ എടുത്തു നോക്കൂ. ഒന്നും അള്ളാഹുവിനെ വിളിച്ച് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. പിന്നെ എന്തിനാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ആഹാരം കഴിച്ച് കിട്ടുന്ന ഊർജം കൊണ്ട് ഈ പറയുന്ന മറ്റ് ദൈവവിശ്വാസങ്ങളെയൊക്കെ അവഹേളിക്കുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്നത്? അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ആരാധനാ കർമ്മം നടത്തുമ്പോഴത്തേക്ക് അവരുടെ മേത്ത് കുതിര കയറുകയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരാധനാ കർമ്മങ്ങളെ കൊച്ചായി കാണുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മതഭ്രാന്തന്മാരായിട്ടുള്ള ആളുകൾ ഒരു കാര്യം ചിന്തിച്ചാൽ മതി. നമ്മൾക്ക് ഇന്ന് ഈ ശാന്തിയോടും സമാധാനത്തോടുകൂടെയൊക്കെ ജീവിക്കാൻ കഴിയുന്നത് ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ഒരുപാട് ആളുകൾ ജീവത്യാഗം ചെയ്ത് കിട്ടിയ സ്വാതന്ത്ര്യം കൊണ്ടാണ് നമുക്കിന്ന് ഈ സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പലരുടെയും കാരുണ്യവും പലരുടെയും ദയാവായ്പുമാണ് നമ്മളിന്ന് ആസ്വദിക്കുന്ന നമ്മുടെ ജീവിതം എന്ന ഒരു തിരിച്ചറിവുണ്ടായാൽ തന്നെ തീരാവുന്ന പ്രശ്നമേ ഇതുള്ളൂ. ഞാൻ എപ്പോഴും പറയാറില്ലേ, പലപ്പോഴും പ്രകൃത്യാ ഉള്ള മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥ ഈ മതഭ്രാന്തിനുണ്ട്. മതത്തിൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള ചിന്താഗതികൾ മനുഷ്യന് പ്രകൃത്യാ ഉള്ള നന്മകളെ, മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്ന പല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് നമ്മൾ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. മതഭ്രാന്തിൻ്റെ ഇത്തരം ചിന്താഗതികൾ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് വിശ്വാസം എന്നത് തികച്ചും പേഴ്സണലായ ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കി ഓരോരുത്തർക്കും അവരവർ ആഗ്രഹിക്കുന്ന തരത്തിൽ ഏത് പേരിലാണെങ്കിലും വിളിച്ച് പ്രാർത്ഥിച്ചോട്ടെ എന്നും ആ പ്രാർത്ഥനകളൊക്കെ ദൈവം തമ്പുരാൻ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ അത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിനുള്ള സ്വാതന്ത്ര്യം ദൈവത്തിനും മനുഷ്യർക്കുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്കുമൊക്കെ കൊടുത്തുകൊണ്ട് വിശാലമായി ചിന്തിക്കുന്ന, പരസ്പരം താങ്ങും തണലുമായി ജീവിക്കാൻ കഴിയുന്ന നല്ലൊരു വ്യക്തിയായി ജീവിക്കാനൊക്കെ നമുക്ക് കഴിയട്ടെ എന്നും, അതുപോലെ തന്നെ പഴയ തലമുറയിൽ ഇത്തരത്തിലുള്ള മതഭ്രാന്തൻ ചിന്താഗതികളിൽ ജീവിക്കുന്ന ആളുകൾ ജീവിതത്തിൻ്റെ സായം സന്ധ്യ വരെ ഇത്തരത്തിലുള്ള മതഭ്രാന്തൻ ചിന്താഗതികൾ വെച്ച് പുലർത്തിയിട്ട് അവസാന കാലഘട്ടത്തിൽ തൗബ ചെയ്ത് മടങ്ങുന്നതിന് പകരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്ന ഈ സമയത്ത് തന്നെ ഇതൊക്കെ തികച്ചും വർഗീയമായിട്ടുള്ള ചിന്താഗതികളാണ്, മതഭ്രാന്തൻ ചിന്താഗതികളാണെന്ന് മനസ്സിലാക്കി അവരൊക്കെ തൗബ ചെയ്ത് മടങ്ങി ശിഷ്ടകാലം എത്രയാണോ ഉള്ളത് അത്രയും കാലം മാതൃകാപരമായ രൂപത്തിൽ മനുഷ്യനായി ജീവിക്കാൻ ഇത്തരം മുതിർന്ന പൗരന്മാരായിട്ടുള്ള നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അബ്ദുള്ള സാഹിബിനെ പോലെയുള്ള ആളുകൾക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.